മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൻ്റെ തിരുവിതാംകോട് അരപ്പള്ളിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അരപ്പള്ളി കാണാൻ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അകത്തോട്ട് അരപ്പള്ളി കാണാൻ ഞങ്ങളുടെ കൂടെയുള്ള സംഘാംഗങ്ങളെല്ലാവരും ഉണ്ട്. ഇതാണ് അമേരിക്കയിൽ നിന്ന് വന്ന എന്താ പേരെന്തു അസിസ്റ്റന്റ് ബെൻസി. ബെൻസി മോനി അമേരിക്ക ഹൂസ്റ്റണിലുള്ള സ്ത്രീ. ഇതാണ് പള്ളി. പള്ളിയിൽ ചെരുപ്പിടാതെ വേണം കയറാൻ. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു അരപ്പള്ളിയാണെന്ന് എഴുതിയിരിക്കുന്നത്. ചാരിറ്റി ബോക്സ് ഉണ്ട്. പണ്ടത്തെ തനതായ എല്ലാ പാരമ്പര്യങ്ങളും ഇതിനകത്തുണ്ട്. പണ്ടത്തെ പള്ളിയാണ്. ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ കാണും, പക്ഷെ വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കൊച്ചൊരു പള്ളിയാണ്. അരപ്പള്ളി എന്നുള്ള പറയുന്ന പേര് ചെറിയ പള്ളി ആയതുകൊണ്ടാണോ ഏഴരപ്പള്ളിയിൽ അടങ്ങുന്ന അരപ്പള്ളിയാണോ എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ ഇത് തന്നെയാണോ ഏഴരപ്പള്ളിയിലെ അരപ്പള്ളി എന്നുള്ള കാര്യം അറിയില്ല. പണ്ടത്തെ മാമോദിസ മുക്കുന്ന ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ചെന്നൈയിലെ മൈലാപ്പൂര് കേന്ദ്രീകരിച്ച് സുവിശേഷ പ്രവർത്തനം നടത്തി അവിടെ നിന്ന് ഒരു 64 കുടുംബങ്ങളെ മാമോദീസ മുക്കി അവരോടൊപ്പമാണ് ഈ പ്രദേശത്തേക്ക് വരുന്നത്. അപ്പൊ അതിന് കാരണം ഈ മാമോദീസ മുക്കിയപ്പോൾ അവിടുത്തെ അന്നത്തെ രാജാവ് ഈ കൺവേർഷന് ഒത്തിരി എതിരായിരുന്നു. അപ്പൊ ഇവരെ ഈ കൺവേർട്ടഡ് ആയിരുന്നവരെ പീഡിപ്പിക്കാനും ഇവരുടെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടാനൊക്കെ തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് തോമസ് ഈ 64 കുടുംബങ്ങളുമായിട്ട് ഈ പ്രദേശത്തേക്ക് വരുന്നത്. ഇവിടെ അടുത്ത് മുട്ടം എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്, തുറമുഖമാണ്. അന്ന് ഈ ട്രേഡ് റൂട്ട് ആക്റ്റീവ് ആയിരുന്നു. ഈ മുട്ടവും അതുപോലെ തന്നെ കന്യാകുമാരിയും. അങ്ങനെ ഈ ട്രേഡ് റിലേഷൻ വഴിയാണ്, ആ വന്ന കപ്പൽ വഴിയാണ് തോമസ് ലീഗ ഇവിടെ വരുന്നത്. അന്നത്തെ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിനെ മുഖം കാണിക്കുകയും ആ ചേര രാജാവായിരുന്നു. അപ്പൊ ആ ചേര രാജാവിന്റെ സഹായത്തോടെ ഈ ദേവാലയം നിർമ്മിക്കുന്നത്. അപ്പം നമ്മള് അരപ്പള്ളി എന്ന് പറയുന്നത് പകുതി പണിത പള്ളിയായതുകൊണ്ടല്ല ഇതിന് അരപ്പള്ളി എന്ന് പറയുന്നത്. നമുക്കൊരു പള്ളീനെ പള്ളിന്ന് വിളിക്കാൻ പറ്റണമെങ്കിൽ അത് പൂർണ്ണമായി പണി കഴിപ്പിച്ച് അത് ഭൂതാശ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. തോമസ് ലീഗ ഇവിടെ തന്നെ താമസിച്ച് 4 വർഷം കൊണ്ട് ഈ പള്ളിയുടെ പണി തീർക്കുകയും ഇത് കൂതാശ ചെയ്തിട്ടാണ് തിരിച്ച് മൈലാപ്പൂരിലേക്ക് പോകുന്നത്. പിന്നീട് അവിടെ 11 വർഷം കഴിഞ്ഞിട്ട് കൊല്ലപ്പെടുന്നു. അപ്പൊ അരജന്റെ സഹായത്തോടെ വെച്ച പള്ളിയാണ് അരപ്പള്ളി എന്ന് വിളിക്കുന്നത്. അത് പകുതി പണിത പള്ളി ആയതുകൊണ്ടല്ല. നേരത്തെ ഇതിനെ അരവന പള്ളി, അരജൻ പള്ളി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഷോർട്ടായിട്ടാണ് അരപ്പള്ളി എന്ന് വിളിക്കുന്നത്. ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു പള്ളിയാണ്. ഒന്നാമതായിട്ട് ഈ പള്ളിയിലുണ്ട് ഈ കാണുന്ന സ്ട്രക്ചർ എല്ലാം തന്നെ 2000 വർഷം പഴക്കമുണ്ട്. ഈ കല്ലുകൾക്കെല്ലാം തന്നെ 2000 വർഷം പഴക്കമുള്ള കല്ലുകളും അതുപോലെ തൂണുകളും ഭിത്തികളും ഒക്കെയാണ്. യെരൂശലേം ദേവാലയത്തിന്റെ ഒരു മാതൃകയിലാണ് ഇത് പണിതിരിക്കുന്നത്. നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത് യെരൂശലേം ദേവാലയത്തിന്റെ പ്രത്യേകത വായിക്കുന്നത്. അപ്പൊ അതേ ഒരു രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ യെരൂശലേം ദേവാലയത്തിന്റെ നേരെ പകുതി സൈസിലാണ് ഇത് പണിതിട്ടുള്ളത്. അതുപോലെ തന്നെ തോമസ് ലീഗ സ്ഥാപിച്ച 8 ദേവാലയങ്ങൾ വിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്. പിന്നെ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും പുരാതനമായ അപ്പോസ്തോലിക ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ ദേവാലയം. അതിന് ഞാൻ പറഞ്ഞതിന്റെ കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച അല്ലെങ്കിൽ പണിത ആ സ്ട്രക്ചറിനെ ഇന്ന് നമ്മൾ അതേപടി പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല.